വയനാട് പുനരധിവാസ പദ്ധതിക്ക് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. ഭൂമി ഏറ്റെടുക്കൽ, വീടുകളുടെ നിർമ്മാണം, പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും. ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിശദമായ ചർച്ച നടക്കും. വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തും. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും അരുണിലേക്ക് എത്താം. ഇന്ന് നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് പുനരധിവാസ പദ്ധതിക്ക് ഇന്ന് അംഗീകാരം നൽകും മന്ത്രിസഭ എന്നാണ് മനസ്സിലാക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ, വീടുകളുടെ നിർമ്മാണം, പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിശദമായ ചർച്ച നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. വീട് നിർമ്മിച്ച് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും 2024 വയനാടിനെ സംബന്ധിച്ചൊരു കറുത്ത വർഷം തന്നെയായിരുന്നു. വേദനിപ്പിച്ച വർഷമാണ്. 2025 ആകട്ടെ ഇന്നു മുതൽ പ്രതീക്ഷയുടെ വർഷമാണ്. അതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും, എന്ത് പ്രതീക്ഷിക്കണം, എന്ത് സംഭവിക്കും? വിവരങ്ങൾ. ഭവ്യ, 2024 വയനാടിന് മാത്രമല്ല കേരളത്തിനാകെ ഒരു ദുരന്തം, വയനാട് ദുരന്തത്തെ കണ്ട വർഷമാണ്. വളരെ ദുഃഖമുണ്ടാക്കിയ വർഷമാണ്. ഈ 2025 വയനാടിനും കേരളത്തിനുമൊക്കെ ഹാപ്പി ന്യൂ ഇയറായി തന്നെ മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്ന് വയനാടുകാർക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. കാരണം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നു. പുനരധിവാസത്തിന് കൃത്യമായ ഒരു പ്ലാൻ സർക്കാരിന്റെ പക്കലുണ്ട്. അതിന്റെ അന്തിമ തീരുമാനത്തിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. അത് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ കരട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് അംഗീകാരം നൽകും. എത്രയും വേഗം പദ്ധതി പൂർത്തിയാക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യം. അതിനെല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുങ്ങിക്കഴിയുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിയായിരുന്നു. അതായത് ഈ ടൌൺഷിപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയാണ്. അവിടെ കോടതി വ്യവഹാരങ്ങളാണ് സർക്കാരിന് തടസ്സമുണ്ടാക്കിയത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച കോടതിയുടെ അനുകൂലമായ ഉത്തരവ് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കലുമായി, 2 എസ്റ്റേറ്റുകളിലെയും ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകാമെന്ന നിർണായകമായ കോടതി ഉത്തരവ് സർക്കാരിന് ലഭിച്ചു. അതിന്റെ ഒരു ഊർജ്ജത്തിൽ തന്നെയാണ് മന്ത്രിസഭാ യോഗം സ്വാഭാവികമായും ചേരുക. ആ ഒരു അനുമതി കൂടി ലഭിച്ചതോടെ ടൌൺഷിപ്പ് എത്രയും വേഗം പൂർത്തിയാക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു ടൌൺഷിപ്പാണ് അവിടെ നിർമ്മിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഏറെക്കുറെ അതിന്റെ രൂപരേഖയൊക്കെ തയ്യാറായി കഴിഞ്ഞു. സ്പോൺസർമാർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. കാരണം സർക്കാരിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന വിഷയമല്ല ഇത്. സാമ്പത്തികമായി അത്രയധികം ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്പോൺസർമാരുടെ വലിയ പിന്തുണ സർക്കാരിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, സ്വകാര്യ വ്യക്തികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, അങ്ങനെ പല എംഎൽഎമാർ, എംപിമാർ, അതുപോലെ തന്നെ കർണാടക പോലുള്ള സർക്കാരുകൾ, അത്തരത്തിൽ നിരവധി സഹായം സർക്കാരിന് ആ രീതിയിൽ സ്പോൺസർഷിപ്പ് ഇതിനകം വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട്. ആ വാഗ്ദാനമൊക്കെ അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടൊരു നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗം നടക്കും. സ്പോൺസർമാരുടെ യോഗവും ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേരും. അതിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും. എങ്ങനെയാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സ്പോൺസർമാർ കൃത്യമായ ഒരു പ്ലാൻ, ഒരു രൂപരേഖ സർക്കാർ സ്പോൺസർമാർക്ക് മുമ്പിലും സമർപ്പിക്കും. അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ പങ്കാളികളാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തും. വളരെ നിർണായകമായ പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ചേരുന്നത്. അതൊന്ന് മന്ത്രിസഭാ യോഗം, അത് രൂപരേഖയ്ക്ക് അംഗീകാരം നൽകും. സ്പോൺസർമാരുടെ യോഗമാണ് മറ്റൊരു പ്രധാനപ്പെട്ട യോഗം. അതിനോടുകൂടി ഈ മാസ്റ്റർ പ്ലാനിന്റെ കൃത്യമായ പരിപാടികളിലേക്ക് സർക്കാർ കടക്കാനാകും. വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. മാധ്യമങ്ങളെ കണ്ട് എന്താണ് സർക്കാർ ഈ ടൌൺഷിപ്പ് എത്രത്തിൽ നിർമ്മിക്കാൻ പോകുന്നത്, ആർക്കൊക്കെയാണ് ഇതിൽ ആദ്യ പരിഗണന നൽകാൻ പോകുന്നതെങ്കിൽ വിശദമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. അതേ സമയത്ത് തന്നെ അരുൺ, പ്രധാനമായും തീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ട്. 5 മാസത്തിന് ശേഷമാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അവിടെ പോലും പ്രത്യേക ധനസഹായമില്ലാത്തത് കേരളത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്, വലിയ തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അക്കാര്യം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമോ? കൂടുതൽ തുക അല്ലെങ്കിൽ കൂടുതൽ സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് മനസ്സിലാവുന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പ്രതീക്ഷയുടെ ഒരു കണിക എന്ന് തന്നെ പറയണം. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു തീരുമാനം, അതിതീവ്ര ദുരന്തമായി വയനാട് ദുരന്തത്തെ സർക്കാർ പ്രഖ്യാപിച്ചു കാണുന്നു എന്ന് പറയുന്നത് തീർച്ചയായും സർക്കാരിന് വലിയ ആശ്വാസമാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും കേന്ദ്രത്തിൽ നിന്ന് സഹായം വേണം. മുഖ്യമന്ത്രി പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് പോലെ
നമ്മൾ ചോദിക്കുന്നത് അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. അതിനിയും ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്ത് രാഷ്ട്രീയ വിമർശനം ഉണ്ടായാലും അത് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും മുഖ്യമന്ത്രി പറയുന്നു. ഇനിയും സ്വാഭാവികമായും ഈ ടൗൺഷിപ്പ് ഉൾപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോഴുള്ള സഹായം മാത്രം മതിയാകില്ല. കൂടുതൽ സഹായം കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്യും. ഏതായാലും ഈ കേന്ദ്രത്തിന്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തീരുമാനം വളരെ പ്രതീക്ഷയോടെ സംസ്ഥാനം കാണുന്നത്. അതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക സഹായവും വൈകാതെ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം ലഭിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. അപ്പോഴും കൂടുതൽ സഹായം, കേന്ദ്രത്തിന് പരമാവധി സഹായം വാങ്ങിയെടുത്തത് മാത്രമേ വയനാട് ഒരു സർക്കാർ ഉദ്ദേശിക്കാത്തൊരു പുനരധിവാസമോടെ സാധ്യമാകൂ. അത്രയധികം നഷ്ടമാണ് ആ ദുരന്തം കേരളത്തിന്, വയനാടിനെ വരുത്തിവെച്ചത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.